തമിഴ് രാഷ്ട്രീയത്തെ ആകെ പിടിച്ചുകുലുക്കിക്കൊണ്ട് നടി തൃഷ കൃഷ്ണനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്തു. ഉദയനിധി സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ മദ്രാസ് ഹൈക്കോടതി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കാനിരിക്കെയാണ് അപ്രതീക്ഷിതമായി തഞ്ചാവൂർ പോലീസ് അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്തത്. ചെന്നൈയിലെ വസതിയിൽ വെച്ച് നടന്ന കടുത്ത നാടകീയ രംഗങ്ങൾക്കും സംഘർഷങ്ങൾക്കും ശേഷമാണ് പോലീസിന്റെ നിർണായക നീക്കം ഉണ്ടായിരിക്കുന്നത്. ചെന്നൈ നീലാങ്കരയിൽ ഉദയനിധി സ്റ്റാലിന്റെ വസതിക്ക് മുമ്പിൽ മണിക്കൂറുകളോളം നീണ്ട നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് അറസ്റ്റ് നടപടികൾ പൂർത്തിയായത്. തഞ്ചാവൂരിൽ നിന്നെത്തിയ പ്രത്യേക പോലീസ് സംഘം ഉദയനിധിയെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചതോടെ DMK പ്രവർത്തകർ വസതിക്ക് മുമ്പിൽ തടിച്ചുകൂടുകയും വൻ പ്രതിഷേധമുയർത്തുകയും ചെയ്തു. പ്രവർത്തകരും പോലീസും തമ്മിൽ രൂക്ഷമായ ഉന്തും തള്ളും ഉണ്ടായതോടെ പ്രദേശം സംഘർഷഭരിതമായി മാറുകയായിരുന്നു. എന്നാൽ പ്രവർത്തകരുടെ തടസ്സം മറികടന്ന് ഉദയനിധിയെ പോലീസ് തഞ്ചാവൂരിലേക്ക് കൊണ്ടുപോകുന്നതിനായി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിന് പങ്കെടുക്കാൻ സാധിക്കാതിരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ആസൂത്രിത നീക്കമാണിതെന്ന് കാണിച്ച് ഉദയനിധിയുടെ അഭിഭാഷകർ മദ്രാസ് ഹൈക്കോടതിയിൽ അടിയന്തര മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ഹൈക്കോടതി ഈ ഹർജി ഉച്ചയ്ക്ക് ശേഷം പ്രത്യേകമായി പരിഗണിക്കാനിരിക്കുകയായിരുന്നു. എന്നാൽ കോടതി വിധി വരുന്നതുവരെ കാത്തുനിൽക്കാതെ പോലീസ് അറസ്റ്റിലേക്ക് കടന്നത് DMK ക്യാമ്പിനെ കടുത്ത ഞെട്ടലിലാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ പോലീസിന്റെ ഈ അടിയന്തര അറസ്റ്റ് നടപടികൾക്കെതിരെ ഉദയനിധിയുടെ അഭിഭാഷകർ ശക്തമായ എതിർപ്പ് ഉന്നയിക്കും. കാവേരി വിഷയത്തിൽ നടത്തിയ പ്രതിഷേധ യോഗത്തിനിടെ നടി തൃഷയ്ക്കെതിരെ ഉദയനിധി നടത്തിയത് കേവലം ഒരു രാഷ്ട്രീയ പരാമർശമല്ലെന്നും സ്ത്രീവിരുദ്ധവും അങ്ങേയറ്റം ആക്ഷേപകരവുമായ പ്രതികരണമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധങ്ങൾ ഇരമ്പിയത്. നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകം തഞ്ചാവൂരിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഔദ്യോഗികമായി പരാതികൾ നൽകിയിരുന്നു. കൂടാതെ BJPയും CPMും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഉദയനിധിക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തി. പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ അപ്രതീക്ഷിത അറസ്റ്റോടെ തമിഴ്നാട് രാഷ്ട്രീയം ഇപ്പോൾ കലുഷിതമായ ഒരു ഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. പോലീസിന്റെ ഈ നീക്കം DMK പ്രവർത്തകർക്കിടയിൽ വൻ പ്രതിഷേധത്തിന് തിരികൊളുത്തിയിട്ടുണ്ട്. മദ്രാസ് ഹൈക്കോടതി ഉച്ചയ്ക്ക് ശേഷം മുൻകൂർ ജാമ്യഹർജി പരിഗണിക്കുമ്പോൾ കേസിന്റെ നിയമപരമായ വഴിത്തിരിവുകൾ എന്താകുമെന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുകയാണ്.